ഇന്നത്തെ വീഡിയോ റിക്വസ്റ്റ് വീഡിയോ ആണ്. നെയിൽ കെയറിന്റെ വീഡിയോ ചെയ്യാൻ പോകുന്നവരോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ നെയിൽസിന് താഴെയുള്ള ഈ ഒരു കൂട്ടിക്കാണ്ട് ഏരിയ ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യണം, നല്ലോണം ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു ഏരിയയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നെയിലിന്റെ ഗ്രോത്ത് അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നെയിൽസ് എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അടുത്ത മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു താഴെയിൽ കൂട്ടിക്കേണ്ട പോർഷൻ ഉണ്ടല്ലോ, അവിടെ തോത്തിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് താഴെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന നെയിൽ ഗ്രോത്ത് ഒക്കെ ആണെങ്കിൽ അത് നെയിൽസ് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എന്നാൽ നമ്മൾ എന്താ ഫുഡിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സുകൾ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ എന്താ പുറമെ കൊടുത്താലും അതിനേക്കാളും അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളിലേക്കും നമ്മൾ ആ ഒരു ന്യൂട്രിയൻസ് ഒക്കെ ഇൻടേക്ക് ചെയ്താലാണ് കുറച്ചുകൂടി കൂടുതൽ എഫക്റ്റ് ഉണ്ടാവാം. നമ്മുടെ നഖത്തിനാണെങ്കിലും ഹെയറിനാണെങ്കിലും എല്ലാം നല്ലതാണ് ഈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ്സ്. അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കാം. പിന്നെ അടുത്ത് പറയുമ്പോൾ ഇപ്പം നഖം കടിക്കുന്ന ശീലമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ നഖം എടുക്കുന്നത് പൊട്ടിപ്പോകാനും അത് നഖത്തിൽ ഇങ്ങനെ ചെറിയ ഓരോ സ്ക്രാച്ച് അല്ലെങ്കിൽ ലൈൻസ് പോലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വരാനൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മൾ നഖം കടിക്കുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് മാക്സിമം നെയിൽ കട്ടർ വെച്ച് തന്നെ നഖം കട്ട് ചെയ്യുക, കടിക്കുന്നത് ഒഴിവാക്കാം. പിന്നെ അടുത്ത് പറയുന്നത് ഇപ്പം നെയിൽ പോളിഷ്, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം നല്ല ബ്രാൻഡിന്റെ നെയിൽ പോളിഷ് യൂസ് ചെയ്യാം. ഇപ്പം അത്ര ക്വാളിറ്റി ഇല്ലാത്തൊക്കെ ആകുമ്പോൾ അതിൽ കൂടുതൽ കെമിക്കൽസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നഖത്തിന്റെ ബേരിയറിനൊക്കെ നല്ല രീതിയിൽ ഡാമേജ് ആക്കാനും നഖത്തിന് തീരെ ഒരു സ്ട്രോങ് ഉണ്ടാവില്ല, കുറച്ച് നീളം വെക്കുമ്പോഴത്തേക്ക് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. അടുത്തെന്ന് പറയുമ്പോൾ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, ആ വെളുത്തുള്ളി കുറച്ച് എണ്ണയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ നഖത്തിന്റെ ആ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നഖം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ടിപ്പാണ് ഈ ഇത്. അപ്പം പിന്നെ വെളുത്തുള്ളിന്റെ ആ ഒരു സ്മെല്ല് ചിലപ്പോൾ എല്ലാവർക്കും പിടിക്കണമെന്നില്ല, ചിലർക്ക് തലവേദന ഒക്കെ അങ്ങനെ വരാം. അപ്പം അങ്ങനെ ഇഷ്യൂ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ മാക്സിമം ഈ ഒരു ടിപ്പ് നല്ല റിസൾട്ട് ചെയ്ത ടിപ്പാണ്. നിങ്ങൾ ടിപ്പുകളൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് ആണോ എന്നുള്ളത് കമന്റ് ബോക്സ് പറയാം.